ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ഒരു 2 മിനിറ്റ് കൊണ്ടൊക്കെ പെട്ടെന്നൊന്ന് മുടി കെട്ടണം എന്നുള്ളവർക്ക് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ഹെയറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലുമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു ചുരിദാറിൻ്റെ കൂടെയാണെങ്കിലും ഒരു ഫ്രോക്കിൻ്റെ കൂടെയാണെങ്കിലും ജീൻസിൻ്റെ ടോപ്പിൻ്റെ കൂടെയാണെങ്കിലും ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് സ്യൂട്ടായി പോണ ഒരു ഹെയർ സ്റ്റൈലാണ്. എന്നാൽ അത്ര വലിയ നമ്മൾ പാടുപെടുകയും വേണ്ട. നമുക്ക് ജസ്റ്റ് ഒരു കോമ്പും ഒരു ക്ലിപ്പും കൂടി മാത്രം മതി. ഇപ്പം ഞാനെടുത്തേക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മീഡിയം സൈസ് ക്ലിപ്പാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഇച്ചിരി കൂടി ചെറുതുണ്ടെങ്കിൽ കുറച്ചുകൂടി സെക്യൂർഡായിട്ട് മുടി നല്ല രീതിയിൽ ഇരുന്നോളൂ. ഞാനിതിപ്പോൾ പെട്ടെന്ന് കെട്ടണതുകൊണ്ടാണ്, എൻ്റെ വേറെ ക്ലിപ്പൊന്നും കണ്ടില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആ ക്ലിപ്പ് വെച്ച് യൂസ് ചെയ്യുന്നത്. സോ ആദ്യമേ നമ്മൾ നമ്മുടെ ഫ്രണ്ട് ക്രൗൺ ഏരിയയിൽ നിന്ന് കുറച്ച് പോർഷൻ എടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 2 സൈഡിൽ നിന്നും കുറച്ച് പോർഷൻസ് എടുക്കുക. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾക്കത് ക്ലിയർ ആവുന്നുണ്ടോ എന്നറിയില്ല, നമ്മൾ നോർമലി മെടയണ പോലെ മെടഞ്ഞെടുക്കുക. അത് കഴിഞ്ഞിട്ട് ആദ്യം ഒരു മെടച്ചിൽ ചെയ്ത് കഴിഞ്ഞിട്ട് സൈഡിൽ നിന്ന് പിന്നെയും കുറച്ചുകൂടി മുടിയെടുത്തിക്കുക. അതിൻ്റെ കൂടെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുക്കുക. എൻ്റെ മുടി നല്ലോണം ഡ്രൈ ആയിട്ടാണ് കിടക്കണം, അതുകൊണ്ട് നല്ല രീതിയിൽ കെട്ട് വീഴുന്നുണ്ട് ഗൈസ്. സോ നിങ്ങളത് കാര്യമാക്കണ്ട. എല്ലാവരും നല്ല രീതിയിൽ മുടിയൊക്കെ കെട്ട് മാറ്റിയിട്ട് മാത്രമേ ഇത് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പെയിൻ ഉണ്ടാകും. സോ അത് കഴിഞ്ഞിട്ട് പതുക്കെ അത് നല്ല രീതിയിൽ നമ്മുടെ ഇയറിൻ്റെ പോർഷൻ എവിടെയാണോ അവിടം വരെ നല്ല രീതിയിൽ അതിൻ്റെ പോർഷൻസ് എടുത്ത് അതായത് ആ പിന്നലിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ലാസ്റ്റ് ആ ഇയർ ടു ഇയർ സെക്ഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ അവിടം വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ബാക്കി ഫുള്ള് ചുമ്മാ താഴേക്ക് മെടഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമ്മളെടുത്തിരിക്കുന്ന ഏതാണോ ക്ലിപ്പ് അല്ലെങ്കിൽ സ്ലൈഡ് എന്താണെന്ന് വെച്ചാൽ അത് വെച്ച് അങ്ങോട്ട് സെക്യൂർഡ് ആക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രണ്ടിലേക്ക് കുറച്ച് പെൺപിള്ളേരെല്ലാം എല്ലാവരും എടുത്തിടും. സോ ഫ്രണ്ടിലേക്ക് കുറച്ച് മുടിയൊക്കെ എടുത്തിട്ട് എന്താണോ ചെയ്യേണ്ടത് അതങ്ങനെ സെറ്റ് ചെയ്യുക. എന്നിട്ട് ആ ക്ലിപ്പിൻ്റെ അവിടെ ഒന്ന് പിടിച്ചിട്ട് ബാക്കി ഹെയർ നല്ല രീതിയിലൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. നമുക്ക് പ്രത്യേകിച്ച് ഒരുപാട് ഹെയർ ക്ലിപ്സ് ഒന്നും ഇല്ലാണ്ട് ഇപ്പോൾ പെട്ടെന്ന് ഹരിബറി ആയിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്ലിപ്പ് ഒരെണ്ണേ ഉള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അടിപൊളിയായിട്ട് നമുക്കൊരു സ്റ്റൈലിഷ് ആയിട്ട് കിട്ടും. പുറകിൽ നിന്നാണെങ്കിൽ നല്ല രീതിയിൽ പിന്നൽ വന്നിട്ടുണ്ടാകും, ഫ്രണ്ടിലാണെങ്കിലും നമുക്ക് അത്രക്ക് നല്ല രീതിയിൽ ഒതുങ്ങിയിരുന്നോളും, മുടി പുറത്തേക്ക് വരത്തില്ല. സോ എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ സ്യൂട്ടാകുന്നതുകൊണ്ട് നമുക്ക് വേറെ ഇപ്പോൾ ഒരു ഹെയർ സ്റ്റൈൽ തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ഹെയറിൻ്റെ ബാക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ, ഇങ്ങനെയാണ് ഹെയറിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. സോ എന്താണെങ്കിലും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.